ഹലോ ഗൈസ്, നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ടൈപ്സ് ഓഫ് സ്വിച്ചസ് ആണ്. സോ നമ്മുടെ സെക്കൻഡ് വീഡിയോ ആണ് ടൈപ്സ് ഓഫ് സ്വിച്ചസിലെ. അപ്പോൾ നമ്മളിതിൻ്റെ സിലബസ് നോക്കുകയാണെങ്കിൽ സിലബസ് പ്രകാരം നമ്മൾ കുറേ ടൈപ്പ് സ്വിച്ചസ് പറഞ്ഞു. നമുക്കിനി 3 പോർഷൻസ് ആണ് കവർ ചെയ്യാനുള്ളത്. നിങ്ങൾ നോക്കുക, ഒന്ന് വർക്കിംഗ് ആൻഡ് ആപ്ലിക്കേഷൻ ഓഫ് ലിമിറ്റ് സ്വിച്ചസ്, പ്രോക്സിമിറ്റി സ്വിച്ചസ് ആൻഡ് റിലേസ്. അപ്പോൾ ഞാനിവിടെ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് റിലേ ആണ് കുറച്ച് വൈഡായിട്ട് പഠിക്കാനുള്ളത്. ആ റിലേസിന് ശേഷം ഞാൻ ലിമിറ്റ് സ്വിച്ചസ് എന്താണ്, പ്രോക്സിമിറ്റി സ്വിച്ചസ് എന്താണ്, ഇതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണെന്ന് ഞാൻ വീഡിയോൻ്റെ ലാസ്റ്റ് ഇൻക്ലൂഡ് ചെയ്യും. ലിമിറ്റ് സ്വിച്ചസും പ്രോക്സിമിറ്റി സ്വിച്ചസും അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. 1 by 1 ആയിട്ട് ഞാൻ റിലേ ആണ് ആദ്യം സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ഗൈസ്, നമുക്ക് ഡിസ്കസ് ചെയ്യുന്നത് റിലേ സർക്യൂട്ട്സ് ആണ്. സോ വാട്ട് ഈസ് ബേസിക്കലി റിലേ സർക്യൂട്ട്സ്? നമുക്ക് ഒരുപാട് ഡെഫിനേഷൻസ് റിലേ സർക്യൂട്ട്സിന് പറയാം. നമ്മൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ റിലേ ഈസ് ആൻ ഇലക്ട്രിക്കലി ഓപ്പറേറ്റഡ് സ്വിച്ച്. ഒരു ഇലക്ട്രിക്കലി ഓപ്പറേറ്റഡ് സ്വിച്ചിനാണ് നമ്മൾ റിലേ എന്ന് പറയാം. കുറേ ടൈപ്സ് റിലേസ് ഉണ്ട്, നമുക്ക് നോക്കാം. സോ റിലേസ് ആർ ദി എസെൻഷ്യൽ കോമ്പണന്റ് ഫോർ പ്രൊട്ടക്ഷൻ ആൻഡ് സ്വിച്ചിങ് ഓഫ് എ നമ്പർ ഓഫ് ദി കൺട്രോൾ സർക്യൂട്ട്സ് ആൻഡ് അതർ ഇലക്ട്രിക്കൽ കോമ്പണൻറ്റ്സ്. അപ്പോൾ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ സർക്യൂട്ട്സിൻ്റെ പ്രൊട്ടക്ഷനും സ്വിച്ചിങ്ങിനുമാണ് നമ്മൾ റിലേസ് യൂസ് ചെയ്യുന്നത്. സോ ഓൾ ദി റിലേ റിയാക്ട് ടു വോൾട്ടേജ് ഓർ കറന്റ് വിത്ത് ദി എൻഡ് ഗോൾ ദാറ്റ് they open or close the contactor or circuits. സോ വോൾട്ടേജിലും കറണ്ടിലും റിയാക്ട് ചെയ്യും. മെയിൻ പർപ്പസ് നമ്മുടെ ഇലക്ട്രിക്കൽ സർക്യൂട്ട്സിനെ either ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനുമാണ് റിലേസ് യൂസ് ചെയ്യുന്നത്. സോ എ റിലേ is a switching device as it work to isolate or change the state of an electric circuit from one state to another. ഡെഫിനേഷൻസ് ഒക്കെ ഒരുപാട് ഡെഫിനേഷൻസ് ഉണ്ട്. സോ ഇതിൻ്റെ ബേസിക് കൺസ്ട്രക്ഷൻ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം റിലേ. സോ നിങ്ങൾ നോക്ക്, റിലേ കാസ്റ്റിംഗ് ഇവിടെ കാണാം അല്ലേ. ഇതിലൊരു അയൺ കോർ കാണാം, കോയിൽ ആൻഡ് അയൺ കോർ കാണാം, ഒരു സ്പ്രിംഗ് മെക്കാനിസം കാണാം, ഒരു യോക്ക് കാണാം അല്ലേ, ഒരു ബോണ്ടിങ് സ്ട്രാപ്പ് കാണാം, ഒരു ഹിംഗഡ് ആർമേച്ചർ കാണാം, ഒരു നോർമലി ഓപ്പൺ കോണ്ടാക്റ്റ് കാണാം, ഒരു ഇൻസുലേറ്റർ കാണാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ജനറൽ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിത് അതിൻ്റെ ടൈപ്സ് ഓഫ് റിലേസ് പഠിക്കുമ്പോൾ ഈ ഓരോന്നിൻ്റെയും ഫംഗ്ഷൻ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഓക്കെ, സോ നമ്മളിതിൻ്റെ ജസ്റ്റ് അതിൻ്റെ കൺസ്ട്രക്ഷൻ, അതിൻ്റെ ഒരു ഔട്ട്ലൈൻ മാത്രമേ ഇപ്പോൾ പറഞ്ഞുള്ളൂ. നമുക്ക് അടുത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്, നിങ്ങൾ നോക്ക്, നമുക്കതിൻ്റെ റിലേ ടെർമിനൽസ് ആണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ നിങ്ങൾ ഈ ഫിഗർ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ദർ ആർ ബേസിക്കലി 4 ടെർമിനൽസ്. സോ NC. സോ വാട്ട് ഈസ് NC? NC മീൻസ് നോർമലി ക്ലോസ്ഡ്. വാട്ട് ഈസ് മീൻ ബൈ NO? നോർമലി ഓപ്പൺ. പിന്നെ നിങ്ങൾക്ക് കോയിൽസ് കാണാം, ഒരു കോമൺ ടെർമിനൽ കാണാം അല്ലേ. ഇതാണ് ബേസിക്കലി 4 ടെർമിനൽസ് ആണ് ജനറലി ഒരു റിലേക്കുള്ളത്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് 4 ടെർമിനൽസ്. ഓക്കെ, അപ്പോൾ അതിൽ ഫസ്റ്റ് നിങ്ങൾ നോക്കുക, ഫസ്റ്റാണ് കൺട്രോൾ ഇൻപുട്ട് അല്ലെങ്കിൽ കോയിൽ ടെർമിനൽസ് ആണ് ഇതിൻ്റെ ഫസ്റ്റ് ഇൻപുട്ട്. നിങ്ങൾക്ക് ഇതിൻ്റെ റിലേ ടെർമിനൽ ഫിഗറിൽ തന്നെ കാണാവുന്നതാണ്. ഫസ്റ്റ് പാർട്ട് ഈസ് കൺട്രോൾ ഇൻപുട്ട് ഓർ കോയിൽ ടെർമിനൽസ്. So the control input terminals are 2 input terminal of relay that controls its switching mechanism. അപ്പോൾ നമ്മൾ വളരെ ക്ലിയർ ആണ്, നമ്മളിതിൽ അപ്ലൈ ചെയ്യുന്ന കൺട്രോൾ ഇൻപുട്ടാണ് നമ്മുടെ ഫസ്റ്റ് പിൻ എന്ന് പറയുന്നത്. എ ലോ പവർ സോഴ്സ് ഈസ് കണക്റ്റഡ് ടു ദീസ് ടെർമിനൽ ടു ആക്ടിവേറ്റ് ആൻഡ് ഡീആക്ടിവേറ്റ് ദി റിലേ. സോ നമ്മളെ കൺട്രോൾ ഇൻപുട്ടിലേക്ക് കൊടുക്കുന്ന വാല്യൂവിനനുസരിച്ചാണ് റിലേ ആക്റ്റീവ് ആവുന്നതും ഡീആക്ടിവേറ്റ് ആവുന്നതും. നമുക്ക് നോക്കാം, ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. സോ ദ നെക്സ്റ്റ് പാർട്ട് ഈസ് കോമൺ ടെർമിനൽ, COM, കോമൺ ടെർമിനൽ. സോ കോമൺ ടെർമിനൽ എല്ലാത്തിനും കോമൺ ആയിട്ടുള്ള ടെർമിനൽ ആയിരിക്കും. സോ നിങ്ങൾ നോക്ക്, ദിസ് ഇസ് ദി ഔട്ട്പുട്ട് ടെർമിനൽ ഓഫ് റിലേ വെർ വൺ എൻഡ് ഓഫ് ദി ലോഡ് സർക്യൂട്ട് ഈസ് കണക്റ്റഡ്. ദിസ് ടെർമിനൽ ഈസ് ഇന്റേർണലി കണക്റ്റഡ് വിത്ത് എയ്തർ ദ 2 ടെർമിനൽ ഡിപ്പെൻഡിങ് upon ദി സ്റ്റേറ്റ് ഓഫ് റിലേ. സോ ഇത് കോമൺ ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. നമുക്ക് അടുത്ത 2 പിന്നും കൂടി പറയുമ്പോൾ ഈ കോമൺ ടെർമിനലിൻ്റെ ഫംഗ്ഷൻ നമുക്ക് മനസ്സിലാവും. ഓക്കെ, സോ നെക്സ്റ്റ് വൺ ആണ് നിങ്ങൾ നോക്കുക, NO ടെർമിനൽ. വാട്ട് ഈസ് NO? NO മീൻസ് നോർമലി ഓപ്പൺ. സോ ദിസ് ഇസ് നോർമലി ഓപ്പൺ ടെർമിനൽ ഈസ് ഓൾസോ എ ലോ ടെർമിനൽ ഓഫ് എ റിലേ വിച്ച് റിമൈൻസ് ഓപ്പൺ വെൻ ദ റിലേ ഈസ് നോട്ട് ആക്റ്റീവ്. വളരെ ക്ലിയർ ആണ്. നോർമലി ഓപ്പൺ എന്ന് പറയുകയാണെങ്കിൽ റിലേ ആക്റ്റീവ് അല്ലാത്ത സമയത്ത് നോർമലി ഓപ്പൺ ആയിരിക്കും. Whenever the relay activates, it will become a closed terminal. നമ്മൾ ഓൾറെഡി നോർമലി ഓപ്പൺ നോർമലി ക്ലോസ്ഡിൻ്റെ ഒക്കെ പ്രിൻസിപ്പിൾ പറഞ്ഞാണ്. ഇതിന് നേരെ ഓപ്പോസിറ്റ് ആണ് നോർമലി ക്ലോസ്ഡ്. സോ നോർമലി ക്ലോസ്ഡ് ആണെങ്കിൽ റിലേ ഡീആക്ടിവേറ്റ് ആവുന്ന സമയത്ത്
നമ്മൾ എന്താണ് നോർമലി ക്ലോസ്ഡ് കണ്ടീഷൻ ആയിരിക്കും. വെൻ എവർ ദ റിലേ ആക്ടിവേറ്റ്സ് ഇറ്റ് വിൽ ബിക്കം നോർമലി ഇറ്റ് വിൽ ബിക്കം ഓപ്പൺ സർക്യൂട്ട്. അപ്പോൾ ഇതാണ് രണ്ടും രണ്ട് പർപ്പസാണ്, NOയും NCയും. അപ്പോൾ മനസ്സിലാക്കി വെക്കുക. സോ നെക്സ്റ്റ് വി ഹാവ് ടൈപ്സ് ഓഫ് റിലേ സർക്യൂട്ട്സ്. സോ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാനുള്ളത് ബേസ്ഡ് ഓൺ പോൾസ് ആൻഡ് ത്രോസ്. We have 4 types of relays: SPST, single pole single throw; SPDT, single pole double throw; DPST, double pole single throw; and DPDT, double pole double throw. Right? Based on the forms of the relay, we have 4 types of relay: form A, form B, form C and form D. ഓർത്ത് വയ്ക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൻ്റെ ഫോംസ് ചോദിക്കാറുണ്ട്. Based on the operation principle, we have 4 types: electromechanical, solid state, hybrid relay and electrothermal relay. നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. കുറേ ടൈപ്പ് റിലേസ് ഉണ്ട് ആക്ച്വലി. അപ്പോൾ നമുക്ക് നോക്കാം, ഇതിൻ്റെ ടൈപ്സ് ഓരോന്നായിട്ട് നോക്കാം. നമ്മൾ ഓൾറെഡി പോൾസ് ആൻഡ് ത്രോസ് നമ്മൾ ഓൾറെഡി സ്വിച്ചസിൽ പഠിച്ചിട്ടുണ്ട്. എന്തായിരിക്കും SPST, SPDT, DPST, DPDT എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമുക്ക് ഫോംസ് ഓഫ് റിലേ തൊട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, the first type is form A. സോ ഇവിടെ തന്നെ ഇതിൻ്റെ സിമ്പലിൽ നിങ്ങൾക്ക് കാണാം. ഫോം എ എന്ന് പറയുന്നത് ഒരു SPST ആണ്, സിംഗിൾ പോൾ സിംഗിൾ ത്രോ, നോർമലി ഓപ്പൺ ആണ്. NO മീൻസ് നോർമലി ഓപ്പൺ. അപ്പോൾ നിങ്ങൾ നോക്കുക, അപ്പോൾ ഇതിൽ ചോദിക്കാം ഫോം എ റിലേ എന്ന് പറയുന്നത് ഏത് ടൈപ്പാണ്, അതിൻ്റെ സ്പെസിഫിക്കേഷൻ എന്താണ്, അല്ലെങ്കിൽ മേ ബി ഈ സിമ്പൽ തന്നിട്ട് ഇത് ഏത് ടൈപ്പ് റിലേ ആണെന്ന് ചോദിക്കാം. സോ ദിസ് ഈസ് ബേസിക്കലി എ ഫോം എ SPST relay with normally open default state, right? So normally open ആവുന്ന ചില അപ്ലിക്കേഷൻസ് വരാം നമുക്ക്. ആ കണ്ടീഷനിലാണ് ഫോം എ റിലേ നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ഇറ്റ് ഹാസ് NO terminal that connect the circuit when the relay is activated and disconnect the circuit when the relay is deactivated. സോ റിലേ ഡീആക്ടിവേറ്റ് ചെയ്യുന്ന സമയത്ത് എന്തായിരിക്കും, നോർമലി ഓപ്പൺ ആയിരിക്കും. അതുപോലെ റിലേ ആക്ടിവേറ്റ് ആവുന്ന സമയത്ത് നോർമലി ക്ലോസ്ഡ് ആയിരിക്കും. ഈ രീതിയിലാണ് എന്ത് വർക്ക് ചെയ്യുന്നത്, ഫോം എ റിലേ വർക്ക് ചെയ്യുന്നത്. നെക്സ്റ്റ് ഫോം ബി നിങ്ങൾ നോക്കുക. ഫോം ബിൻ്റെ സിമ്പിൾ നോക്കുകയാണെങ്കിൽ ദിസ് ഇസ് ബേസിക്കലി SPST റിലേ വിത്ത് നോർമലി ക്ലോസ്ഡ് കണ്ടീഷൻ. അപ്പോൾ ഫോം ബി ഇവിടെ കൊടുത്തിട്ടുണ്ട് SPST NC. സോ വാട്ട് ഈസ് മീൻ ബൈ NC? NC means normally closed, right? So form B relay is a SPST relay with normally closed default state. The NC terminal connect the circuit while relay is inactive. It disconnect the circuit when the relay is active. നമ്മളിപ്പോൾ പറഞ്ഞ കണ്ടീഷൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. ഫോം എയും ഫോം ബിയും എൻറ്റയർലി നേരെ ഓപ്പോസിറ്റ്. ഒന്ന് നോർമലി ഓപ്പണും ഒന്ന് നോർമലി ക്ലോസ്ഡും. രണ്ടിലും യൂസ് ചെയ്യുന്നത് ഏത് ടൈപ്പ് സ്വിച്ചാണ്, SPST. ഓക്കെ, next we have form C relay. So what is basically form C relay? നമ്മൾ ഫോം എയും ഫോം ബിയും പറഞ്ഞു. ഫോം സി റിലേ അതിൻ്റെ സിമ്പിൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ദിസ് ഇസ് ബേസിക്കലി an SPDT സ്വിച്ച്. ഒരു SPDT റിലേ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, സിംഗിൾ പോൾ ഡബിൾ ത്രോ. ദ കോണ്ടാക്ട് ടെർമിനൽസ് ആർ നോൺ ആസ് NC ആൻഡ് NO. രണ്ട് ടെർമിനൽസ് വരും, ഒന്ന് നോർമലി ക്ലോസ്ഡും ഒന്ന് നോർമലി ഓപ്പണും. ഇറ്റ് കൺട്രോൾസ് 2 സർക്യൂട്ട്സ്. One circuit remain open while other remains closed. സോ ഒരേ സമയം SPDT ആയതുകൊണ്ട് തന്നെ രണ്ട് ഔട്ട്പുട്ട് വരുന്നുണ്ട്. രണ്ട് സർക്യൂട്ട്സിനെ കൺട്രോൾ ചെയ്യും, ഒന്ന് നോർമലി ഓപ്പണും ഒന്ന് നോർമലി ക്ലോസ്ഡും. സോ ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ബ്രേക്ക് ബിഫോർ മേക്ക്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ബ്രേക്ക് ബിഫോർ മേക്ക് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിക്കാറുണ്ട്. ബ്രേക്ക് ബിഫോർ മേക്ക് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ബേസിക്കലി എ ഫോം സി റിലേ. സോ വാട്ട് ഈസ് മീൻ ബൈ ബ്രേക്ക് ബിഫോർ മേക്ക്? ദ റിലേ ബ്രേക്സ് ഓപ്പൺ one circuit before closing the other. സോ വളരെ ക്ലിയർ ആണ്. ഒരു സർക്യൂട്ട് ഇറ്റ് ബ്രേക്സ് ഓപ്പൺ വൺ സർക്യൂട്ട് ബിഫോർ ക്ലോസിങ് ദി അതർ സർക്യൂട്ട്. വളരെ ക്ലിയർ ആണ്. ഇതാണ് ബ്രേക്ക് ബിഫോർ മേക്ക് എന്ന് പറയുന്നത്. സോ അടുത്ത കോൺസെപ്റ്റ് നിങ്ങൾ നോക്കാം. ദിസ് ഇസ് ഫോം ഡി. ഫോം ഡിൻ്റെ സിമ്പിൾ നോക്കുക. ഫോം ഡി ഇസ് ഓൾസോ SPDT. സോ ഒരു ഇൻപുട്ടും രണ്ട് ഔട്ട്പുട്ടും, ഒന്ന് നോർമലി ഓപ്പണും ഒന്ന് നോർമലി ക്ലോസ്ഡും അല്ലേ. ദിസ് ഇസ് SPDT റിലേ ഹാസ് സെയിം പ്രിൻസിപ്പിൾ ആസ് ഫോം സി, ബട്ട് ഇറ്റ് ഈസ് മേക്ക് ബിഫോർ ബ്രേക്ക്. ഒറ്റ ഡിഫറൻസേ ഉള്ളൂ കോൺസെപ്റ്റ്ലി.
ഒന്ന് ബ്രേക്ക് ബിഫോർ മേക്കും ഒന്ന് മേക്ക് ബിഫോർ ബ്രേക്കും ആണ്. അപ്പോൾ ഇതാണ് ചോദിക്കുക. ബ്രേക്ക് ബിഫോർ മേക്ക് എന്ന് പറഞ്ഞാൽ ഏത് ടൈപ്പ് റിലേ ആണ്, മേക്ക് ബിഫോർ ബ്രേക്ക് എന്ന് പറഞ്ഞാൽ ഏത് ടൈപ്പാണ്. അപ്പോൾ ഫോം എ, ഫോം ബി, ഫോം സി, ഫോം ഡി, 4 ഓപ്ഷൻസ് ചോദിക്കും. ഇതിൽ ഏതെങ്കിലും ഒരു കോൺസെപ്റ്റ് ആയിരിക്കും ചോദിക്കുക. ഓക്കെ. ഇറ്റ് ക്ലോസസ് ദി നെക്സ്റ്റ് സർക്യൂട്ട് ബിഫോർ ബ്രേക്കിംഗ് ദി ഫസ്റ്റ് സർക്യൂട്ട്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ നോട്ട് ഡിസ്റ്റർബിങ് ദി കണ്ടിന്യൂറ്റി ഓഫ് ദി സർക്യൂട്ട്. അപ്പോൾ ഒറ്റ ഡിഫറൻസേ ഉള്ളൂ, ഒന്ന് ബ്രേക്ക് ബിഫോർ മേക്കും ഒന്ന് മേക്ക് ബിഫോർ ബ്രേക്കും. ഇതാണ് 4 ഫോംസ് എന്ന് പറയുന്നത് റിലേസിൻ്റെ. ഓർത്ത് വയ്ക്കുക. ഓക്കെ. സോ നമ്മളിപ്പോൾ റിലേ എന്താണെന്ന് പറഞ്ഞു, റിലേയിലെ ബേസിക് ടെർമിനൽസ് പറഞ്ഞു, ബേസിക് വർക്കിംഗ് പറഞ്ഞു. അപ്പോൾ നമുക്ക് ഇനി അടുത്ത് പറയാനുള്ളത്, ഇപ്പോൾ ഫോംസിൻ്റെ അടിസ്ഥാനത്തിൽ എത്രയായിട്ട് ക്ലാസിഫൈ ചെയ്യാമെന്ന് പറഞ്ഞു. ഇനിയാണ് നമുക്ക് ബേസിക് ഓപ്പറേഷൻ്റെ ബേസിൽ നമുക്ക് 4 റിലേസ് പറയാനുണ്ട്. ഫസ്റ്റ് വൺ ഈസ് ഇലക്ട്രോ മെക്കാനിക്കൽ റിലേ. സോ വാട്ട് ഈസ് ഇലക്ട്രോ മെക്കാനിക്കൽ റിലേ? നമുക്ക് തന്നെ അറിയാം അല്ലേ, ഈ വേർഡ് തന്നെ ക്ലിയർ ആണ്. ദീസ് ആർ കൺസ്ട്രക്റ്റഡ് വിത്ത് ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ ആൻഡ് മാഗ്നറ്റിക് കോമ്പണൻസ് ആൻഡ് have operating coil and mechanical contacts. Therefore, when the coil gets activated by a supply system, these mechanical contacts get opened or closed. This type supply can be AC or DC. അപ്പോൾ നിങ്ങൾ ഓർത്ത് വയ്ക്കാം, ഇലക്ട്രോ മെക്കാനിക്കൽ എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, മാഗ്നറ്റിക് ഈ 3 കാര്യങ്ങളിൽ മിക്സ് ചെയ്താണ് EMR എന്ന് പറയുന്നത്. സോ 2 ടൈപ്പ് സർക്യൂട്ട്സ് പോസിബിൾ ആണ്. ഒന്ന് AC അല്ലെങ്കിൽ DC. 2 ടൈപ്പുള്ള സപ്ലൈ പോസിബിൾ ആണ്. AC-ക്ക് സെപ്പറേറ്റും DC-ക്ക് സെപ്പറേറ്റും ആണ്. സോ ബോത്ത് AC ആൻഡ് DC വർക്ക് ഓൺ ദി സെയിം പ്രിൻസിപ്പിൾ ആസ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. അപ്പോൾ ഇതിൽ ചോദിക്കാറുണ്ട്, വാട്ട് ഈസ് ദി ബേസിക് പ്രിൻസിപ്പിൾ യൂസ്ഡ് ഇൻ ഇലക്ട്രോ മെക്കാനിക്കൽ റിലേ? ദിസ് ഈസ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. നോട്ട് ചെയ്ത് വയ്ക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. ബട്ട് ദ കൺസ്ട്രക്ഷൻ ഈസ് സംവാട്ട് ഡിഫറൻഷിയേറ്റഡ് ആൻഡ് ഓൾസോ ഡിപ്പെൻഡ് ഓൺ ദി ആപ്ലിക്കേഷൻ ഓഫ് ദീസ് റിലേസ് ആർ സെലക്റ്റഡ്. DC റിലേസും AC റിലേസും ഉണ്ട്. രണ്ടും തമ്മിലുള്ള വ്യത്യാസം ചോദിക്കാറുണ്ട്. DC relays are employed with a free-wheeling diode. Free-wheeling diode നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള വേർഡാണ്. ദിസ് ഈസ് ഓൾസോ കോൾഡ് ഫ്ലൈ ബാക്ക് ഡയോഡ്. ഒരു ഫ്ലൈ ബാക്ക് ഡയോഡ് എന്ന് പറയുന്നത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഒരു ഡയോഡ്, ഒരു ഇൻഡക്ടർ, ഒരു കപ്പാസിറ്റർ ഉള്ള ഒരു അറേഞ്ച്മെൻ്റ് ആണ് ഫ്ലൈ ബാക്ക് ഡയോഡ് എന്ന് പറയുന്നത്. ഈ ഒരു ഫ്ലൈ ബാക്ക് ഡയോഡ് വെച്ചിട്ടാണ് നമ്മൾ ബേസിക്കലി റിലേ മെക്കാനിസം ചെയ്യുന്നതെങ്കിൽ ഇതാണ് DC ടൈപ്പ്. AC ആണെങ്കിൽ വി ആർ യൂസിങ് ലാമിനേറ്റഡ് കോർസ്. ലാമിനേറ്റഡ് കോറാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിന് നമുക്ക് എന്ത് പറയാം? AC EMR എന്ന് പറയാം. അപ്പോൾ ഓർത്ത് വയ്ക്കുക, അതിൻ്റെ സിമ്പലും ഒരു എങ്ങനെയാണ് റിലേ ഇരിക്കുന്നതെന്ന് ഈ ഫിഗറിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ. സോ നെക്സ്റ്റ് നിങ്ങൾ നോക്കുക, ഇതിൻ്റെ ഒരു ബേസിക് വർക്കിംഗ് നമ്മൾ പറയുകയാണെങ്കിൽ, നമ്മൾ നേരത്തെ കൺസ്ട്രക്ഷൻ പറഞ്ഞപ്പോൾ കുറേ കാര്യങ്ങൾ പറഞ്ഞല്ലോ. സോ നിങ്ങൾ നോക്ക്, ഇതിലിപ്പോൾ ഈ ഒരു പാർട്ടാണ് യോക്ക് എന്ന് പറയുന്നത്. ഈ യോക്കിൽ നമ്മൾ ഒരു കോയിൽ ചുറ്റിയിട്ടുണ്ട്. ഇവിടെയാണ് നമ്മൾ കോയിൽ ഇൻപുട്ട് കൊടുക്കുന്നത്. നിങ്ങൾ ഈ പോയിന്റ് നോട്ട് ചെയ്യാം. സോ യോക്കിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു സ്പ്രിംഗ് മെക്കാനിസം ഇവിടെ കാണാം. ദിസ് ഇസ് ബേസിക്കലി സ്പ്രിംഗ്. നെക്സ്റ്റ് വി ഹാവ് എൻ ആർമേച്ചർ. അപ്പോൾ ഈ യോക്കിൽ നിന്ന് കണക്ട് ചെയ്തിരിക്കുന്ന ഈ പാർട്ടിനാണ് നമ്മൾ ആർമേച്ചർ എന്ന് പറയുന്നത്. ആർമേച്ചറിന് കറസ്പോണ്ടിങ് ആയിട്ട്, ആർമേച്ചർ എന്നുള്ളത് മൂവിങ് കോണ്ടാക്റ്റ് ആണ്, ഒരു മൂവബിൾ കോണ്ടാക്റ്റ് ആണ്. സോ നിങ്ങൾ നോക്ക്, ഇവിടെ ഒരു മാഗ്നറ്റ് ഓൾറെഡി, ഇവിടെ ഒരു നിങ്ങളിതിൻ്റെ കൺസ്ട്രക്ഷൻ നോക്കുകയാണെങ്കിൽ 2 അയൺ പീസുകളാണ് വെച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ആർമേച്ചർ എന്നുള്ള ഒരു അയൺ പീസാണ്, കോയിലും ഒരു അയൺ പീസാണ്. അപ്പോൾ നിങ്ങൾ നോക്കാം, 2 കണ്ടീഷൻസ് മേ ബി വരാം. ഇറ്റ് മേ ബി either നോർമലി ക്ലോസ്ഡ് ഓർ നോർമലി ഓപ്പൺ. അപ്പോൾ നമ്മൾ വരച്ചിരിക്കുന്ന ഫിഗർ എന്താണ്? നോർമലി ഓപ്പൺ ആണ്. നോർമലി ഓപ്പൺ ആയിരിക്കുന്ന ഒരു ഇലക്ട്രോ മെക്കാനിക്കൽ റിലേ നമ്മൾ എനേബിൾ ആകുമ്പോൾ മാത്രമേ അത് ക്ലോസ്ഡ് ആവുള്ളൂ. നോർമലി ക്ലോസ്ഡ് ആണെങ്കിൽ നോർമലി അത് ക്ലോസ്ഡ് കണ്ടീഷൻ ആയിരിക്കും. റിലേ ആക്ടിവേറ്റ് ആകുമ്പോൾ അത് എന്താവും? ഓട്ടോമാറ്റിക്കലി ഓപ്പൺ ആവും. അപ്പോൾ എങ്ങനെയായിരിക്കും ഇതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഞാനതിൻ്റെ നോട്ടായിട്ടൊന്നും കൊടുത്തില്ല, നിങ്ങൾക്കത് അറിഞ്ഞാൽ മതി. സോ നമ്മളൊരു കോയിലിലേക്ക് ഇൻപുട്ട് കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി സംഭവിക്കുന്ന പ്രോസസ്സ് എന്തായിരിക്കും? കോയിലിലേക്ക് ഇൻപുട്ട് കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ കോയിൽ ആക്ടിവേറ്റ് ആവും. കോയിൽ ആക്ടിവേറ്റ് ആവും എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ പ്രൊഡ്യൂസ് എ മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം, ഒരു ഇലക്ട്രോ മാഗ്നറ്റ് ആയിട്ട് മാറും, ഒരു മാഗ്നറ്റ് ആയിട്ട് മാറും ഈ കോയിൽ. അപ്പോൾ മാഗ്നറ്റ് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കും? ഈ ആർമേച്ചർ എന്ത് ചെയ്യും? ആർമേച്ചർ നമ്മുടെ കോയിലിലേക്ക് അറ്റാച്ച് ആവും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ആർമേച്ചർ കോയിലിലേക്ക് അറ്റാച്ച് ആയി എന്ത് സംഭവിക്കും? ഈ ഒരു ക്ലോസ്ഡ് ലൂപ്പ് ഫോം ചെയ്യും. റൈറ്റ്, ഒരു ക്ലോസ്ഡ് ലൂപ്പ് ഫോം ചെയ്യുമെന്ന് പറഞ്ഞാൽ ഒരു ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി പോസിബിൾ ആവും. വളരെ ക്ലിയർ ആണ്. നമ്മൾ കോയിൽ ഇൻപുട്ട് റിമൂവ് ചെയ്യണമെങ്കിൽ എന്ത് സംഭവിക്കും? കോയിൽ ഇൻപുട്ട് റിമൂവ് ചെയ്യണമെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഈ മാഗ്നറ്റിസം എന്നുള്ള പ്രിൻസിപ്പിൾ നഷ്ടപ്പെടും. നമ്മുടെ മൂവബിൾ കോണ്ടാക്ട് പ്രീവിയസ് പൊസിഷനിലേക്ക് എത്തും വിത്ത് ദി ഹെൽപ്പ് ഓഫ് സ്പ്രിംഗ്.
നമ്മളൊരു സ്പ്രിംഗ് മെക്കാനിസം യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് അത് പഴയ പൊസിഷനിലേക്ക് എത്തുന്നത്. അപ്പോൾ വളരെ ക്ലിയർ ആണ്. ഇപ്പോൾ നോർമലി ഓപ്പൺ ആയിരിക്കുന്ന ഒരു ഇലക്ട്രോ മെക്കാനിക്കൽ റിലേ ആണെങ്കിൽ നോർമലി ഓപ്പൺ ആയിരുന്നു, നമ്മൾ എന്ത് ചെയ്തു, ഒരു കോയിൽ ഇൻപുട്ട് കൊടുത്ത സമയത്ത് ഒരു മാഗ്നറ്റായിട്ട് മാറിയപ്പോൾ ഓൾറെഡി ആർമേച്ചർ ക്ലോസ് ആയപ്പോൾ ഇലക്ട്രിക്കൽ കണക്ഷൻ പോസിബിളായി. നമ്മൾ കോയിൽ ഇൻപുട്ട് റിമൂവ് ചെയ്തപ്പോൾ ഓട്ടോമാറ്റിക്കലി ആർമേച്ചർ അതിൻ്റെ പഴയ പൊസിഷനിലേക്ക് തിരിച്ചുപോയി വിത്ത് ദി ഹെൽപ്പ് ഓഫ് സ്പ്രിംഗ്. അപ്പോൾ ഇത്രയും സിമ്പിൾ കോൺസെപ്റ്റാണ് ഇലക്ട്രോ മെക്കാനിക്കൽ റിലേ. നമ്മളതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ പറഞ്ഞു, റൈറ്റ്. സോ നെക്സ്റ്റ് ആണ് SSR ഓർ സോളിഡ് സ്റ്റേറ്റ് റിലേസ്. സോ നിങ്ങൾ നോക്കാം, SSR റിലേസ് മേഡപ്പ് ഓഫ് സെമി കണ്ടക്ടേഴ്സ്. മറ്റെന്തായിരുന്നു, ഇലക്ട്രോ മെക്കാനിക്കൽ കോമ്പണൻസ് ആയിരുന്നല്ലേ. ഇവിടെ നമുക്ക് നോക്ക്, ഇറ്റ് ഈസ് മേഡപ്പ് ഓഫ് സെമി കണ്ടക്ടേഴ്സ് ഇൻസ്റ്റെഡ് ഓഫ് മെക്കാനിക്കൽ പാർട്സ് and it works on isolating low voltage circuit from high voltage circuit using optocoupler. ഇവിടെ നമ്മൾ optocoupler എന്നുള്ള കോൺസെപ്റ്റ് ആണ് പറയുന്നത്. Solid state uses solid state component to perform the switching operation without moving any parts. So the major advantage of solid state relay is high speed, low power consumption and longer lifespan. So ഇത് മൂന്നുമാണ് സോളിഡ് സ്റ്റേറ്റ് റിലേൻ്റെ അഡ്വാൻറ്റേജ് ബൈ കമ്പയറിംഗ് ടു ഇലക്ട്രോ മെക്കാനിക്കൽ റിലേ. ദ മെയിൻ ഡിസഡ്വാൻറ്റേജ് ഓഫ് SSR റിലേ ഈസ് എ നോമിനൽ വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് ദി സെമി കണ്ടക്ടർ വിച്ച് വേസ്റ്റ് ദി പവർ ഇൻ ദി ഫോം ഓഫ് ഹീറ്റ്. സോ വോൾട്ടേജ് ഡ്രോപ്പ് വരുന്ന സമയത്ത് എന്ത് സംഭവിക്കും, ഇതിലെ പവർ വേസ്റ്റ് ആയി പോകും ഇൻ ദി ഫോം ഓഫ് ഹീറ്റ്. അതൊരു മെയിൻ ഡിസഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് സോളിഡ് സ്റ്റേറ്റ് റിലേസിൻ്റെ ബേസിക് കോൺസെപ്റ്റ്, എന്താണ് ഒപ്റ്റോ കപ്ലർ, ഈ കോൺസെപ്റ്റൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, പിന്നെ നമുക്ക് പറയാനുള്ളത്, നമ്മളിപ്പോൾ പറഞ്ഞത് ഒപ്റ്റോ കപ്ലർ ആണ്. ഇതിന് പുറമെ കുറേ ടൈപ്പ് സോളിഡ് സ്റ്റേറ്റ് റിലേസ് ഉണ്ട്. ദിസ് ഇസ് റീഡ് റിലേ കപ്ലർ, ട്രാൻസ്ഫോമർ കപ്പിൾഡ് ആൻഡ് ഫോട്ടോ കപ്പിൾഡ്. ഓരോന്നിനും ഓരോ പ്രിൻസിപ്പിളാണ്. ഇപ്പോൾ നമ്മൾ ഒപ്റ്റോ കപ്ലർ എന്നുള്ള പ്രിൻസിപ്പിൾ വെച്ചിട്ടാണ് ഇപ്പോൾ സോളിഡ് സ്റ്റേറ്റ് റിലേ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ബേസിക്കലി നമ്മുടെ സോളിഡ് സ്റ്റേറ്റ് റിലേ എന്ന് പറയുന്നത് ഇതിൻ്റെ വർക്കിംഗ് വളരെ ക്ലിയർ ആണ്. ഇൻപുട്ട് സർക്യൂട്ടിൽ എനിക്കൊരു LED-യും ഔട്ട്പുട്ട് സർക്യൂട്ടിൽ എനിക്കൊരു ഒപ്റ്റോ കപ്ലറും ഞാൻ കണക്ട് ചെയ്തിട്ടുണ്ട് അല്ലേ. സോ ഒപ്റ്റോ കപ്ലറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഒപ്റ്റോ കപ്ലറിൻ്റെ സ്പെഷ്യാലിറ്റി നമ്മളിപ്പോൾ ഒരു ഫോട്ടോ ഡയോഡ് പറയുന്ന പോലെ തന്നെയാണ്, വളരെ ക്ലിയർ ആണ്. ഒരു സ്പെസിഫിക് ലൈറ്റ് ഇൻറ്റൻസിറ്റി വരുമ്പോൾ ഈ ഒപ്റ്റോ കപ്ലറിൽ കാണുന്ന നിങ്ങൾ 2 ട്രയാങ്കുലർ പാർട്ട് കണ്ടില്ലേ, അതിൻ്റെ സിമ്പിൾ കൊണ്ട് മീൻ ചെയ്യുന്നത് വളരെ ക്ലിയർ ആണ്. വെനെവർ ലൈറ്റ് എമിറ്റ്സ് ദ ലൂപ്പ് വിൽ ബിക്കം ക്ലോസ്ഡ്. അപ്പോൾ നോർമലി ഓപ്പൺ കണ്ടീഷനിലായിരിക്കും ഒപ്റ്റോ കപ്ലർ ഉണ്ടാവുക. ഒരു ലൈറ്റ് എത്തിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കും, ഈ നോർമലി ഓപ്പൺ കണ്ടീഷനിൽ ഒപ്റ്റോ കപ്ലർ എന്താവും, ക്ലോസ്ഡ് കണ്ടീഷനിലേക്ക് മാറും. അപ്പോൾ എങ്ങനെയായിരിക്കും ഇതിൻ്റെ വർക്കിങ്, നമ്മളൊരു ഇൻപുട്ട് കൊടുത്തു, ഒരു കൺട്രോൾ ഇൻപുട്ട് കൊടുത്തപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇവിടുത്തെ LED ഗ്ലോ ചെയ്യും അല്ലേ. LED ഗ്ലോ ചെയ്ത LED-ൻ്റെ ഇൻറ്റൻസിറ്റി ലൈറ്റ് കാരണം എന്ത് ചെയ്യും, ഈ ഒപ്റ്റോ കപ്ലർ ആക്ടിവേറ്റ് ആവും. സോ ഈ ഒപ്റ്റോ കപ്ലറിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു സർക്യൂട്ട് ഉണ്ടാവും, ഈ സർക്യൂട്ട് ആക്ടിവേറ്റ് ആവും. അപ്പോൾ വളരെ ക്ലിയർ ആണ്, നമ്മൾ ഒരു പൊസിഷനിൽ ഇരുന്നുകൊണ്ട് അടുത്തൊരു ലൊക്കേഷനിലെ സർക്യൂട്ടറിനെ കൺട്രോൾ ചെയ്തു യൂസിങ് ഒപ്റ്റോ കപ്ലർ ആൻഡ് LED. സോ ഇതാണ് ബേസിക്കലി ഒരു സോളിഡ് സ്റ്റേറ്റ് റിലേൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ. ക്ലിയർ അല്ലേ? യെസ്. സോ ഇതിൽ പറയുന്നുണ്ട്, വെൻ ദി കൺട്രോൾ ഇൻപുട്ട് ഈസ് അപ്ലൈഡ് ടു എ സോളിഡ് സ്റ്റേറ്റ് റിലേ, LED lights up which produces infrared light. The light is received by a photosensitive semiconductor device which convert the light signal to electrical signal and switches the circuit, right? So next ആണ് hybrid relays. നമ്മളിപ്പോൾ ഏതൊക്കെ ഇലക്ട്രോ മെക്കാനിക്കൽ റിലേ പറഞ്ഞു, സോളിഡ് സ്റ്റേറ്റ് റിലേ പറഞ്ഞു. എന്താണ് ഹൈബ്രിഡ് റിലേ? ഹൈബ്രിഡ് റിലേസ് ആർ മെയ്ഡ് യൂസിങ് ബോത്ത് SSR ആൻഡ് EMR റിലേസ്. സോ സോളിഡ് സ്റ്റേറ്റ് റിലേയും ഇലക്ട്രോ മെക്കാനിക്കൽ റിലേയും ഒരേപോലെ യൂസ് ചെയ്യുന്ന സർക്യൂട്ട്സിനെയാണ് നമ്മൾ ഹൈബ്രിഡ് റിലേസ് എന്ന് പറയാം. അപ്പോൾ ഇതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് നമ്മൾ ഇലക്ട്രോ മെക്കാനിക്കൽ റിലേൻ്റെ അഡ്വാൻറ്റേജും സോളിഡ് സ്റ്റേറ്റ് റിലേൻ്റെ അഡ്വാൻറ്റേജും കമ്പൈൻ ചെയ്തിട്ടാണ് ഹൈബ്രിഡ് റിലേസ് വർക്ക് ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കാം, as we know that SSR waste power in the form of heat and EMR has contact arcing problem. അപ്പോൾ കോണ്ടാക്ട് ആർസിംഗ് എന്നുള്ളൊരു പ്രോബ്ലം നമ്മൾ ഇലക്ട്രോ മെക്കാനിക്കൽ റിലേയിലുള്ള മേജർ പ്രോബ്ലം ആണ്. അതുപോലെ സോളിഡ് സ്റ്റേറ്റ് റിലേൻ്റെ മേജർ പ്രോബ്ലം എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് വേസ്റ്റ് പവർ ഇൻ ദി ഫോം ഓഫ് ഹീറ്റ്. സോ ഈ രണ്ട് പ്രോബ്ലത്തിനെ ഓവർകം ചെയ്യിക്കാൻ നമുക്ക് എന്ത് ചെയ്യാം, ഹൈബ്രിഡ് റിലേസ് യൂസ് ചെയ്യാം. സോ വളരെ ക്ലിയർ ആണ്, നമ്മുടെ ഇലക്ട്രോ മെക്കാനിക്കൽ റിലേൻ്റെയും അതുപോലെ സോളിഡ് സ്റ്റേറ്റ് റിലേൻ്റെയും ഡിസഡ്വാൻറ്റേജസ് നമുക്ക് എന്ത് ചെയ്യാം,
ഹൈബ്രിഡ് റിലേസ് യൂസ് ചെയ്തിട്ട് ഓവർകം ചെയ്യാം. സോ നിങ്ങൾ നോക്കാം, സോ ഇതിൻ്റെ ബേസിക് സർക്യൂട്ട് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതാണ് ഹൈബ്രിഡ് റിലേ വരുന്നത്, റൈറ്റ്. സോ ഹൈബ്രിഡ് റിലേ നിങ്ങൾ കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഒരേപോലെ എന്തുണ്ട്, ഒരു LED ഉണ്ട്, ഒരു ഒക്ടോ കപ്ലർ ഉണ്ട്, അതുപോലെ അതിന് പാരലായിട്ട് എന്തുണ്ട്, ഒരു കോയിൽ മെക്കാനിസം ഉണ്ട് അല്ലേ. സോ വളരെ ക്ലിയർ ആണ്, ഒരേപോലെ ഇലക്ട്രോ മെക്കാനിക്കൽ കോമ്പണൻസ് യൂസ് ചെയ്തു, അതുപോലെ എന്ത് യൂസ് ചെയ്തു, സോളിഡ് സ്റ്റേറ്റ് റിലേ സർക്യൂട്ട്സ് യൂസ് ചെയ്തു. ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് രണ്ട് റിലേസിൻ്റെയും അഡ്വാൻറ്റേജസ് ഒരേ സമയം നമുക്ക് എന്തിൽ ഇൻക്ലൂഡ് ചെയ്യാം, ഹൈബ്രിഡ് റിലേസിൽ ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ, നമ്മൾ പറഞ്ഞു അല്ലേ. നെക്സ്റ്റ് ആണ് ഇലക്ട്രോ തെർമൽ റിലേ. സോ വാട്ട് ഈസ് മീൻ ബൈ ഇലക്ട്രോ തെർമൽ റിലേ? ഇലക്ട്രോ മാഗ്നറ്റിക് എന്ന് പറഞ്ഞ പോലെ തന്നെ അല്ലേ. ഇലക്ട്രോ തെർമൽ റിലേ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് പ്യുവർലി ബേസ്ഡ് ഓൺ ദി ഹീറ്റ് എനർജി, അല്ലെങ്കിൽ ഒരു ഹീറ്റിംഗ് കോയിലിൽ വെച്ചിട്ടാണ് ഇലക്ട്രോ തെർമൽ റിലേ വർക്ക് ചെയ്യുന്നത്. സോ ഇലക്ട്രോ തെർമൽ റിലേ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ബൈമെറ്റാലിക് സ്ട്രിപ്പ് അല്ലേ. ബൈമെറ്റാലിക് സ്ട്രിപ്പ് എന്ന് പറഞ്ഞാൽ ഇതിൽ പറയുന്നുണ്ട് ഓൾറെഡി, ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ടു മെറ്റൽസ് ഹാവിങ് ഡിഫറെൻറ്റ് തെർമൽ എക്സ്പാൻഷൻ ഓർ കോയിഫിഷ്യൻസ്. ഇപ്പോൾ രണ്ട് മെറ്റൽസാണ് യൂസ് ചെയ്യുന്നത്, രണ്ടിൻ്റെയും തെർമൽ എക്സ്പാൻഷൻ എന്ന് പറയുന്നത്, തെർമൽ എക്സ്പാൻഷൻ കോയിഫിഷ്യൻസ് ഡിഫറെൻ്റ് ആയിരിക്കും. വളരെ സിമ്പിളായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ നിങ്ങൾ നോക്ക്, വെൻ ദ കറന്റ് ഫ്ലോ ത്രൂ ദി കണ്ടക്ടർ ഇറ്റ് പ്രൊഡ്യൂസസ് ഹീറ്റ് ഡ്യൂ ടു വിച്ച് ദ ടെമ്പറേച്ചർ ഓഫ് ബൈമെറ്റാലിക് സ്ട്രിപ്പ് റൈസസ് ആൻഡ് എക്സ്പാൻഡ്സ്. ദ മെറ്റൽ ഹാവിങ് ഹൈ തെർമൽ എക്സ്പാൻഷൻ കോയിഫിഷ്യൻ എക്സ്പാൻഡ് more than other metal, due which the strip bend and closes the contact, usually activate the trip circuitry. വളരെ ക്ലിയർ ആണ്. നമ്മൾ മെയിനായിട്ട് ഇലക്ട്രോ തെർമൽ റിലേസ് യൂസ് ചെയ്യുന്നത് ഇലക്ട്രിക് മോട്ടോർ പ്രൊട്ടക്ഷൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വളരെ ക്ലിയർ ആണ്, നിങ്ങൾക്ക് ഇവിടെ ഒരു ഹീറ്റിംഗ് കോയിൽ കാണാം അല്ലേ. ഈ ഹീറ്റിംഗ് കോയിലിൻ്റെ പ്രത്യേകത, നമ്മൾ ഹീറ്റിംഗ് കോയിൽ എത്രത്തോളം ഹീറ്റ് ആവുന്നു അതിനനുസരിച്ചാണ്. വളരെ ക്ലിയർ ആണ്, നമ്മളിതിൻ്റെ ഹീറ്റിംഗ് ലെവലിലൊരു വാല്യൂ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു സ്പെസിഫിക് ഹീറ്റിംഗ് ലെവലിൽ മേലെ വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഈ ബൈമെറ്റാലിക് സ്ട്രിപ്സ് എന്ത് ചെയ്യും, ഹീറ്റ് ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഈ ഇപ്പം നോർമലി ഓപ്പൺ കണ്ടീഷനുള്ള ബൈമെറ്റാലിക് സ്ട്രിപ്സ് എന്തായിരിക്കും, ക്ലോസ്ഡ് ആയിട്ട് മാറും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കും, ബൈമെറ്റാലിക് സ്ട്രിപ്സിൻ്റെ എന്താണ് കോണ്ടാക്ട് ക്ലോസ്ഡ് ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ട്രിപ്പ് സർക്യൂട്ട് എന്നുള്ളൊരു പാർട്ട് എനേബിൾ ആവും. വളരെ ക്ലിയർ ആണ്. അപ്പോൾ ഒരു ഹൈ ഹീറ്റ് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന മൊമെൻറ്റിൽ, മോട്ടോറിലൊക്കെ ഹൈ ഹീറ്റ് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന മൊമെൻറ്റിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം, ഒരു ഇലക്ട്രോ തെർമൽ റിലേ യൂസ് ചെയ്യാം. അപ്പോൾ ഒരു ഓവർ ടെമ്പറേച്ചർ വരുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ട്രിപ്പ് സർക്യൂട്ട് എന്ത് ചെയ്യും, നമ്മുടെ മൊത്തം സർക്യൂട്ടിനെ ക്ലോസ് ചെയ്യും. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഇലക്ട്രിക് മോട്ടോർ പ്രൊട്ടക്ഷൻ വേണ്ടിയിട്ട് എന്ത് യൂസ് ചെയ്യാം, ഇലക്ട്രോ തെർമൽ റിലേസ് യൂസ് ചെയ്യാം. നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മളിപ്പോൾ റിലേസിൻ്റെ ബേസിക് വർക്കിംഗ് പ്രിൻസിപ്പിൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇതിൽ കുറേ ടെക്നിക്കൽ ടേംസ് വരുന്നുണ്ട്. ഒബ്ജക്റ്റീവ് സോൾവ് ചെയ്യുമ്പോൾ ഞാൻ അതും കൂടി കൂട്ടി ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഏതൊക്കെ ടൈപ്പ് റിലേസ് പറഞ്ഞു, ആദ്യം നമ്മൾ ബേസ്ഡ് ഓൺ പോൾസ് ആൻഡ് ത്രോ നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ. അതുപോലെ നമ്മൾ എന്താണ് 4 ഫോംസ് പറഞ്ഞു, പിന്നെ ഓപ്പറേറ്റിംഗ് പ്രിൻസിപ്പിളിൻ്റെ ബേസ് ചെയ്തിട്ട് 4 ടൈപ്പ് റിലേസ് പറഞ്ഞു. ഓക്കെ, സോ ഗൈസ് നമുക്ക് കഴിഞ്ഞ വീഡിയോയിൽ 2 സ്വിച്ചസും കൂടി പറയാനുണ്ടായിരുന്നു. നമ്മൾ വീഡിയോ കുറച്ച് ലെങ്തി ആയതുകൊണ്ട് നമ്മളത് ഈ വീഡിയോയിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ നിങ്ങൾ ഓർത്ത് വയ്ക്കുക, 2 ടൈപ്പ് സ്വിച്ചസും കൂടി നമുക്ക് പറയാനുണ്ട്. ഒന്ന് പ്രോക്സിമിറ്റി സ്വിച്ചും ഒന്ന് ലിമിറ്റ് സ്വിച്ചും. 2 തമ്മിലുള്ള ബേസിക് ഡിഫറൻസ് ഒക്കെ ഞാൻ പറഞ്ഞുതരാം. സോ പ്രോക്സിമിറ്റി സ്വിച്ച് നിങ്ങൾ നോക്ക്, ഇതിൽ പറയുന്നുണ്ട് കുറേ പോയിന്റുകൾ. അപ്പോൾ നിങ്ങൾ ഓർത്ത് വെക്കേണ്ട കാര്യം, പ്രോക്സിമിറ്റി സ്വിച്ച് മെയിൻലി യൂസ് ചെയ്യുന്നത് ഇറ്റ് ഈസ് ഏബിൾ ടു ഡിറ്റക്ട് ദി പ്രസൻസ് ഓഫ് നിയർ ബൈ ഒബ്ജക്ട് വിത്തൗട്ട് എനി ഫിസിക്കൽ കോണ്ടാക്ട്. ഒരു ഫിസിക്കൽ കോണ്ടാക്റ്റും ഇല്ലാതെ നിയറസ്റ്റ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റിൻ്റെ പ്രസൻസ് അല്ലെങ്കിൽ ആബ്സെൻസ് കണ്ടുപിടിക്കാനാണ് നമ്മൾ ബേസിക്കലി പ്രോക്സിമിറ്റി സ്വിച്ചസ് യൂസ് ചെയ്യുന്നത്. ഇതിൽ യൂസ് ചെയ്യുന്ന ഒരു സെൻസറാണ് പ്രോക്സിമിറ്റി സെൻസർ. സോ പ്രോക്സിമിറ്റി കൊണ്ട് മീൻ ചെയ്തത് നിയർനെസ് എന്നുള്ള വേർഡാണ് പ്രോക്സിമിറ്റി ഇതിൻ്റെ മീനിങ് എന്ന് പറയുന്നത്. സോ ഇതിൽ ബേസിക്കലി നമ്മൾ ചെയ്യുന്ന കാര്യം ഫിസിക്കൽ കോണ്ടാക്റ്റ് ഇല്ലാതെ തന്നെ ഒരു ഒബ്ജക്റ്റിൻ്റെ പ്രസൻസ് കണ്ടുപിടിക്കുകയാണ്. സോ ബേസിക്കലി the proximity sensor emit electromagnetic field or beam of electromagnetic radiation and looks for the changes in the field or return signal. ഓർത്ത് വയ്ക്കുക നമ്മൾ ഒരു സ്പെസിഫിക് ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡ് അല്ലെങ്കിൽ ബീം ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസിനെ എമിറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പ്രിൻസിപ്പിളിലാണ് നമ്മൾ ഒരു ഒബ്ജക്റ്റിൻ്റെ പ്രസൻസ് കണ്ടുപിടിക്കുന്നത്. സോ വളരെ ക്ലിയർ ആണ്,
നമ്മൾ ഏത് ഒബ്ജക്റ്റിനെയാണോ സെൻസ് ചെയ്യുന്നത് അതിനെ നമ്മൾ പ്രോക്സിമിറ്റി സെൻസർ ടാർജറ്റ് എന്നും, ആ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ഒബ്ജക്റ്റിൻ്റെ ഡിസ്റ്റൻസിനെ നമ്മൾ നോമിനൽ റേഞ്ച് എന്ന് പറയും. അപ്പോൾ നിങ്ങൾ നോക്കുക, ഒബ്ജക്റ്റ് ബീങ് സെൻസ്ഡ് ഈസ് ഓഫൺ റെഫേർഡ് ആസ് പ്രോക്സിമിറ്റി സെൻസർ ടാർജറ്റ് ആൻഡ് ദ മാക്സിമം ഡിസ്റ്റൻസ് ദാറ്റ് സെൻസർ ക്യാൻ ഡിറ്റക്ട് ഈസ് ഡിഫൈൻഡ് ആസ് നോമിനൽ റേഞ്ച്. ഈ 2 പോയിന്റുകൾ ഓർത്ത് വയ്ക്കാം. സോ ഈ ഫിഗർ കണ്ടാൽ നിങ്ങൾക്ക് ആ 2 കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. സോ നിങ്ങൾ നോക്കുക, ഇതാണ് ഒരു പ്രോക്സിമിറ്റി സ്വിച്ച്, ഇതിലൊരു പ്രോക്സിമിറ്റി സെൻസർ യൂസ് ചെയ്യുന്നുണ്ട്. സോ ഇതാണ് പ്രോക്സിമിറ്റി സ്വിച്ച് ബേസിക്കലി. സോ ഈ പ്രോക്സിമിറ്റി സ്വിച്ച് വർക്ക് ചെയ്യുന്നത് ഒരു പ്രോക്സിമിറ്റി സെൻസറിൻ്റെ ബേസിലാണ്. സോ നിങ്ങൾ നോക്കുക, ഇതിനൊരു ആക്റ്റീവ് ഫേസ് കാണാം, ഇതാണ് നമ്മുടെ ടാർജറ്റ്. സോ വളരെ ക്ലിയർ ആണ്. നമ്മളിപ്പോൾ കഴിഞ്ഞ സ്ലൈഡിൽ പറഞ്ഞ അതേ പോയിന്റുകൾ അല്ലേ, നമ്മൾ 2 കാര്യങ്ങൾ പറഞ്ഞിരുന്നു, ഒന്ന് പ്രോക്സിമിറ്റി സെൻസർ ടാർജറ്റും ഒന്ന് നോമിനൽ റേഞ്ചും. സോ എന്തായിരിക്കും പ്രോക്സിമിറ്റി സെൻസർ ടാർജറ്റ് എന്ന് പറഞ്ഞാൽ? പ്രോക്സിമിറ്റി സെൻസർ ടാർജറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ ടാർജറ്റിനെയാണ് പ്രോക്സിമിറ്റി ടാർജറ്റ് എന്ന് പറയുന്നത്. സോ ഇതിൻ്റെ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ നോമിനൽ റേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ വളരെ ക്ലിയർ ആണ്, നമ്മൾ ഫോക്കസ് ചെയ്തിരിക്കുന്ന ടാർജറ്റിൻ്റെ ഡിസ്റ്റൻസും പ്രസൻസും ആബ്സൻസും ഒക്കെ കണ്ടുപിടിക്കാനാണ് പ്രോക്സിമിറ്റി സ്വിച്ചസ് യൂസ് ചെയ്യുന്നത്. സോ ഓർത്ത് വയ്ക്കുക നിങ്ങൾ. So basically the proximity switches are variety of applications. The first application is proximity sensors are commonly used in smartphones to detect the accidental touch. വളരെ ക്ലിയർ ആണ്, നമ്മൾ കോൾ ചെയ്യുന്ന സമയത്ത്, നമ്മൾ ഹെഡ്ഫോൺ ഒന്നും യൂസ് ചെയ്യാതെ നോർമൽ കോൾ ചെയ്യുന്ന സമയത്ത് ആക്സിഡൻ്റൽ ടച്ചസ് ഉണ്ടാവാം ഇയറിൽ നിന്ന്. അത് ഒഴിവാക്കാൻ നമ്മൾ പ്രോക്സിമിറ്റി സെൻസേഴ്സ് ബേസിക്കലി യൂസ് ചെയ്യും. നിങ്ങൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ഫിഗർ നോക്കാം, അതിൽ ആ മാർക്ക് ചെയ്തിരിക്കുന്ന പ്രോക്സിമിറ്റി സെൻസറാണ്. സോ പ്രോക്സിമിറ്റി സെൻസേഴ്സ് ആർ കോമൺലി യൂസ്ഡ് ഇൻ സ്മാർട്ട് ഫോൺ ടു ഡിറ്റക്ട് ദി ആക്സിഡൻ്റൽ ടച്ച് സ്ക്രീൻ ടാപ്സ് വെൻ ഹെൽഡ് ടു ദി ഇയർ ഡ്യൂറിങ് എ കോൾ. വളരെ ക്ലിയർ ആണ് ആ പോയിന്റ്. സോ രണ്ടാമത്തെ സെക്കൻഡ് ആപ്ലിക്കേഷൻസ് ഇതിൽ പറയുന്നുണ്ട്. ദേ ആർ യൂസ്ഡ് ഇൻ മെഷീൻ വൈബ്രേഷൻ മോണിറ്ററിംഗ് ടു മെഷർ ദി വേരിയേഷൻ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എ ഷാഫ്റ്റ് ആൻഡ് സപ്പോർട്ട് ബിയറിംഗ്. ഒരു ഷാഫ്റ്റിൻ്റെയും സപ്പോർട്ട് ബിയറിംഗ് നമ്മൾ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പ്രോക്സിമിറ്റി സെൻസേഴ്സ് യൂസ് ചെയ്യാം. സോ ദിസ് ഈസ് കോമൺ ഇൻ സ്റ്റീം ടർബൈൻ, കംപ്രസർ ആൻഡ് മോട്ടോർ. പൊസിഷൻ മെഷർമെൻറ്റ് ഓഫ് റൊട്ടേറ്റിംഗ് ഷാഫ്റ്റ് ഇൻ മെഷീനറി. ഇപ്പോൾ പറഞ്ഞ കാര്യം തന്നെയാണ്, ഒരു റൊട്ടേറ്റിംഗ് ഷാഫ്റ്റിൻ്റെ പൊസിഷൻ മെഷർ ചെയ്യാൻ. അതുപോലെ ഷീറ്റ് ബ്രേക്കിംഗ് സെൻസിങ് ഇൻ പേപ്പർ മെഷീനിങ്. ഇതൊക്കെയാണ് നമ്മൾ ബേസിക്കലി പ്രോക്സിമിറ്റി സ്വിച്ചസിൻ്റെ ആപ്ലിക്കേഷനായിട്ട് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഓർത്ത് വയ്ക്കുക. ഓക്കെ, സോ നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് ലിമിറ്റ് സ്വിച്ചസ് ആണ്. ലിമിറ്റ് സ്വിച്ചസ് നിങ്ങൾ നോക്കുക, നോർമലി ഇവിടെ ബേസിക്കലി നേരത്തെ കേസിൽ ഒരു ഫിസിക്കൽ കോണ്ടാക്റ്റും ഇല്ലാതെയാണ് സ്വിച്ച് വർക്ക് ചെയ്യുന്നത്. ഇവിടെ ബേസിക്കലി ഒരു ഫിസിക്കൽ കോണ്ടാക്റ്റ് വരും. ദ ലിമിറ്റ് സ്വിച്ച് ഈസ് എൻ ഇലക്ട്രോ മെക്കാനിക്കൽ ഡിവൈസ് ദാറ്റ് കൺസിസ്റ്റ് ഓഫ് an actuator mechanically linked to set of contacts. When an object comes into contact with the actuator, the device operates the contact to make the or break electrical connection. The control scheme of a limit switch is shown in figure, in which 4 varieties of limit switches are presented. Some switches are operated by the presence of object or absence of object, or by the motion of machine instead of human hand operation. The switches are called limit switches. വളരെ ക്ലിയർ ആണ്. ഇതിൻ്റെ നമ്മൾ നേരത്തെ പറഞ്ഞ എന്താണ്, നമുക്കൊരു ഇലക്ട്രോ മെക്കാനിക്കൽ അല്ലെങ്കിൽ ഒരു ഇൻഫ്രാറെഡ് റേസ് വെച്ചിട്ടാണ് നമ്മളൊരു ഒബ്ജക്റ്റിൻ്റെ പ്രസൻസ് ഡിറ്റക്ട് ചെയ്യുന്നത്. ഇവിടെ അങ്ങനെയല്ല, മെക്കാനിക്കൽ സ്വിച്ചസ് ആയിട്ട് തന്നെ നമ്മൾ ലിമിറ്റ് സ്വിച്ചസിൽ കണക്ട് ചെയ്യും. ഒരു ഫിസിക്കൽ കോണ്ടാക്റ്റിലൂടെ മാത്രമാണ് ഒരു ഒബ്ജക്റ്റിൻ്റെ പ്രസൻസ് അല്ലെങ്കിൽ ആബ്സെൻസ് ഇവിടെ കണ്ടുപിടിക്കുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ ലിമിറ്റ് സ്വിച്ചിൻ്റെ അഡ്വാൻസ്ഡ് വേർഷനാണ് പ്രോക്സിമിറ്റി സ്വിച്ചസ്. അപ്പോൾ ഓർത്ത് വയ്ക്കാം, 4 വെറൈറ്റീസ് ഓഫ് ലിമിറ്റ് സ്വിച്ചസ് വരാം. സോ നോർമലി ഓപ്പണിൽ 2 ടൈപ്പും നോർമലി ക്ലോസ്ഡിൽ 2 ടൈപ്പും. നിങ്ങൾ നോക്ക്, ഈ ടോപ്പ് ലെഫ്റ്റിൽ വരുന്നത് നോർമലി ഓപ്പൺ സ്വിച്ച് ആണ്, ഇത് നോർമലി ക്ലോസ്ഡ് സ്വിച്ച് ആണ്. നോർമലി ഓപ്പൺ ഹെൽഡ് ക്ലോസ്ഡ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇത് നോർമലി ഓപ്പൺ ഹെൽഡ് ഓപ്പൺ. അപ്പോൾ നോർമലി ക്ലോസ്ഡ് ഹെൽഡ് ഓപ്പൺ. അപ്പോൾ നിങ്ങൾ നോക്കുക, ഇത് 4 തമ്മിലുള്ള വ്യത്യാസം നോക്കുകയാണെങ്കിൽ ഈ 4 സ്വിച്ചും ലിമിറ്റ് സ്വിച്ചസ് ആണ്. ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഇൻ എ മെഷീൻ ഇൻ സച്ച് എ വേ ദാറ്റ് ദ മെഷീൻ travel will hold the switch in NO or NC position before the machine starts its travel. അപ്പോൾ വളരെ ക്ലിയർ ആണ്, നോർമലി ഓപ്പണും നോർമലി ക്ലോസ്ഡും 2 ബേസിക് സ്വിച്ചസ് ഉണ്ട്. സോ ഇത് മെഷീൻസിലാണ് ബേസിക്കലി യൂസ് ചെയ്യുന്നത്. പിന്നെ പറയുന്ന കാര്യം നിങ്ങൾ നോക്കുക, ദ ഹെൽഡ് ഓപ്പൺ ആൻഡ് ഹെൽഡ് ക്ലോസ്ഡ് കണ്ടീഷൻ occur when the switch is mounted into a place of machinery and the location of switch causes the machine to hold the switch in ആക്ടിവേറ്റഡ് പൊസിഷൻ. അപ്പോൾ ഒരു സ്പെസിഫിക് ആപ്ലിക്കേഷന് വേണ്ടിയിട്ടാണ്
ഹെൽഡ് ക്ലോസ്ഡും ഹെൽഡ് ഓപ്പണും യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ പറയുന്നുണ്ട് ദ സ്വിച്ച് ഈസ് മൗണ്ടഡ് ഇൻ ടു ദി പ്ലേസ് ഓഫ് മെഷീനറി ആൻഡ് ദ ലൊക്കേഷൻ ഓഫ് ദി സ്വിച്ച് കോസസ് ദി മെഷീൻ ടു ഹോൾഡ് ദി സ്വിച്ച് ഇൻ ആക്ടിവേറ്റഡ് പൊസിഷൻ. അപ്പോൾ ടെമ്പററിലി നമ്മുടെ മെഷീൻസിനെ ഹോൾഡ് ചെയ്യാനോ ഹോൾഡ് ഓപ്പൺ ചെയ്യാനോ ഹോൾഡ് ക്ലോസ് ചെയ്യാനോ ആണ് ഹെൽഡ് ക്ലോസ്ഡും ഹെൽഡ് ഓപ്പണും യൂസ് ചെയ്യുന്നത്. അപ്പോൾ 4 ടൈപ്പ് ഉണ്ടെന്ന് മാത്രം പഠിക്കുക ലിമിറ്റ് സ്വിച്ചസിൻ്റെ. ഓക്കെ.